الله الحمد لله الصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد الله رب سبحانه وتعالى ഇന്നത്തെ മജ്‌ലിസിന് ബറക്കത്തുള്ള അല്ലാഹു ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال عائشة رضي الله عنها لتطلع ريبورت نويدنا هكذا حديث نبي صلى الله عليه وسلم تنجد من مات ولا മരിച്ചാൽ وعليه صيام ആ മരിച്ചാളുടെ മേൽ എന്തുണ്ട് നോമ്പും അദാഉം ബാക്കിയുണ്ട്. എന്നാൽ അവരുടെ തൊട്ടു അവരുമായി ബന്ധമുള്ള വലിയ ആ നോമ്പ് എന്താക്കുന്നു, ആ മരിച്ചാലെ തൊട്ടുള്ള വലിയ ആ നോമ്പ് അള്ളാഹു വീട്ടി കൊടുക്കുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നമുക്ക് പഠിപ്പാട്ടുണ്ട്. അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ചൊല്ലുന്നു, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ഒരാൾ പറഞ്ഞു. ഫഖാല യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അയാൾ ചോദിച്ചു, ഓ അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഉമ്മി, എൻ്റെ ഉമ്മ ഉണ്ടല്ലേ, മാതത്, എൻ്റെ ഉമ്മ മരിച്ചിട്ട് നബിയെ, പക്ഷേ എൻ്റെ ഉമ്മയുടെ മേൽ ഒരു തിന്നത്തെ നോമ്പ് ഖളാവിന്റെ ബാക്കിയുണ്ട് നബിയെ. അല്ലാഹുവിന്റെ നബിയെ, ഞാനത് ഖളാവിലേക്ക് ഉമ്മയുടെ തൊട്ടു അയാൾ കേട്ടു. فقال النبي صلى الله عليه وسلم نعم أدي. قال النبي صلى الله عليه وسلم നിന്റെ ഉമ്മയുടെ അവർ തിന്നത്തെ നോമ്പുണ്ടല്ലേ, അത് ഫദീലുല്ലാഹ്, അത് അല്ലാഹുവിനുള്ള ഖദായിരിക്കണ്. അഹഖു അയ്യുല്ലാഹ്, ഏത് കാരണത്തും നീ അത് ഖദാവിട്ടൊരു കടപ്പാടുള്ളതായിരിക്കണ്. അപ്പൊ നാളെ ബാപ്പ മരിച്ചത്, അല്ലെങ്കിൽ നാളെ മക്ക മരിച്ചത്, അല്ലെങ്കിൽ നാളെ ഉമ്മ മരിച്ചത്, സുബ്ഹാനല്ലാഹ്, ആ ഉമ്മമായി ബന്ധമുള്ള മക്ക, ബാപ്പമായി ബന്ധമുള്ള മക്ക, അല്ലെങ്കിൽ മക്കമായി ബന്ധമുള്ള ബാപ്പ ഉമ്മമാർ, നാളെ മക്കളുടെ മേല, നാളെ ബാപ്പയുടെ മേല, നാളെ പെഞ്ഞമാരുടെ മേല നോമ്പ് അള്ളാഹുവിന്റെ ബാക്കിയുണ്ടെങ്കിൽ പരിശുദ്ധ റമദാൻ മാസം ഇപ്പം ഞാൻ കഴിഞ്ഞു പോയിട്ട്, അപ്പൊ ആ നോമ്പ് ഞങ്ങൾക്ക് ആനന്ദായി നോക്കുന്ന നോമ്പ് അള്ളാഹുവിന്റെ ബാക്കിയുള്ളോട് കണ്ടെങ്കിൽ അള്ളാഹു വീട്ടിലേക്ക് വന്നോളൂ. അത് അങ്ങ് മരിച്ചെങ്കിൽ അത് അറിഞ്ഞിട്ടുള്ള ഞങ്ങൾ എന്താക്കുന്നു, അങ്ങനെ പേരുന്ന നോമ്പ് അള്ളാഹു വീട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരു നോമ്പും അള്ളാഹു ബാക്കിയില്ലാണ്ട് ജീവിക്കണമെന്നാണ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പിടിച്ച എല്ലാ നോമ്പും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മരിക്കണിക്ക് മുന്നേ ഒരുപാട് റമദാൻ തിങ്കളിൽ ജീവിക്കുമ്പോൾ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയും കേട്ടതും അള്ളാഹു സ്വാലിഹായി അമലാക്കുമാറാവട്ടെ. ഈ ബുഖാരി കിതാബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഞങ്ങളുടെ ബാപ്പവും മകൻ അല്ലാഹു സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ ബാപ്പയുടെ ദുനിയാവും ആഖിറവും അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവരെ ഈമാൻ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ബാപ്പയുടെ നീ നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കണമെന്നാ. ഞങ്ങളുടെ സഹായാർത്ഥികളെല്ലാവരെയും നീ സഹായിക്കണമെന്നാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമെന്നാ. ഞങ്ങളുടെ ഖബറിടം നീ സ്വർഗത്തെ എല്ലാ കവാട തുറന്നു കൊടുക്കണമെന്നാ. എല്ലാ രോഗങ്ങളെ തൊട്ട് നമ്മുടെ കുടുംബക്കാരിൽ നാമായി ബന്ധമുള്ള എല്ലാവരും നീ രക്ഷപ്പെടുത്തണമെന്നാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതും കേട്ടതും സ്വാലിഹായ ഒരു അമലിന്റെ കൂട്ടത്തിൽ പെടുത്തണമെന്നാ.
آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم